ഏപ്രിൽ 11 മുതൽ 7 ഘട്ടങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 23-ന്. ആദ്യമായി സ്ഥാനാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പ്രചരണവും കമ്മീഷൻ പരിശോധിക്കും. ബൂത്തുകളിലെ ക്രമക്കേടുകൾ വോട്ടർമാർക്ക് അറിയിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. വിവരങ്ങളുമായി സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, രാജ്യത്തെ ഭാഗധേയം നിശ്ചയിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 7 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ചില നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർഭൻ, ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത്. 2014 നിന്ന് വ്യത്യസ്തമായി 7 ഘട്ടങ്ങളായിട്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. 900 കോടി വോട്ടർമാർ ഇത്തവണയുണ്ട്. 2000-ന് ശേഷം 2000 ജനിച്ചവർക്ക് ആദ്യമായി വോട്ട് ചെയ്യുന്ന ഒരു പൊതു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. 10 ലക്ഷത്തോളം പോളിംഗ് ബൂത്തുകൾ രാജ്യത്താകമാനം സജ്ജീകരിച്ചിരിക്കുന്നു. 7 ഘട്ടത്തിൽ ആദ്യ ഘട്ടം ആരംഭിക്കുന്നത് ഏപ്രിൽ 11-നാണ് വോട്ടെടുപ്പ്. തുടർന്ന് ഏപ്രിൽ മാസം തന്നെ 4 ഘട്ടങ്ങൾ പൂർത്തിയാകും. ഏപ്രിൽ 11, ഏപ്രിൽ 18, ഏപ്രിൽ 23, ഏപ്രിൽ 29. അതിനുശേഷം മെയ് മാസം 3 ഘട്ടങ്ങളാണ്. മെയ് 6, മെയ് 12, മെയ് 19. മെയ് 19-ഓടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയാകും. തുടർന്ന് 4 ദിവസത്തിന് ശേഷം മെയ് 23-ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സമയക്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിനെ 3-ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളം, ഗുജറാത്ത് അടക്കം 14 സംസ്ഥാനങ്ങളിൽ 150 ലോക്സഭാ മണ്ഡലങ്ങളാണ് 3-ാം ഘട്ടത്തിൽ ആയ ഏപ്രിൽ 23-ന് പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. മാർച്ച് 28-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും എന്നും കമ്മീഷൻ അറിയിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുന്നത് 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 91 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഇത് 3-ാം ഘട്ടത്തിലാകട്ടെ 13 സംസ്ഥാനങ്ങളിൽ നിന്നായി 97 ലോക്സഭാ മണ്ഡലങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാന ഘട്ടം 8 സംസ്ഥാനങ്ങളിൽ നിന്നായി 51 ലോക്സഭാ മണ്ഡലങ്ങളാണ്. ഒറ്റഘട്ടത്തിൽ തന്നെ 22 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ തുടങ്ങിയ 3 സംസ്ഥാനങ്ങൾ 7 ഘട്ടങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായിരിക്കുന്നത്. കൂടാതെ ജമ്മു കാശ്മീർ, ഏറെ ക്രമസമാധാന പ്രശ്നമുള്ള ജമ്മു കാശ്മീരിൽ ഇത്തവണ 5 ഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്താനാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ ജമ്മു കാശ്മീരിലില്ല. അതിന് കാരണമായി പറയുന്നത് നിലവിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ തന്നെയാണ്. പുൽവാമ സംഭവത്തെ തുടർന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശകലനം ചെയ്തിരിക്കുന്നു. 7 സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ നേരിട്ട് പോയി വിലയിരുത്തിയത്. അതിലൊന്നാണ് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിന്റെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം നടത്തുന്നത്. രാഷ്ട്രപതി ഭരണമുള്ള ജമ്മു കാശ്മീരിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ സംസ്ഥാനങ്ങളിൽ 4 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആസാമും ഛത്തീസ്ഗഡിലും 2 ഘട്ടമായാണ്. 2 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ത്രിപുര അടക്കം കർണാടക, മണിപ്പൂർ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾ 2 ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടത്തും എന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. കമ്മീഷൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകൾ കൊണ്ടുവന്നതിൽ ഒന്ന് സോഷ്യൽ മീഡിയ വിലയിരുത്തലാണ്. സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഐഡികൾ കൂടി അറിയിച്ചിരിക്കണം. തുടർന്ന് പെരുമാറ്റച്ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റുകൾ പരിശോധിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ വോട്ടർമാർക്ക് തന്നെ അവരുടെ സ്വന്തം മൊബൈൽ ഫോണിൽ സ്വന്തം പോളിംഗ് ബൂത്തിലെ ക്രമക്കേടുകൾ റെക്കോർഡ് ചെയ്ത് അത് കമ്മീഷന് നേരിട്ട് അറിയിക്കാനുള്ള സംവിധാനവുമുണ്ട്. 1.5 കോടിയോളമാണ് ഇപ്രാവശ്യത്തെ കന്നി വോട്ടർമാർ. ഇവർക്കായി ടോൾ ഫ്രീ നമ്പറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും ഇവർക്ക് ഈ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം, അറിയിക്കാം എന്നാണ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളും കമ്മീഷൻ പ്രഖ്യാപിച്ചു. നിർഭൻ, ഇന്ത്യയുടെ ഭാവി തീരുമാനിക്കുന്ന ജനാധിപത്യ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്
ക്കാണ് തുടക്കം ആകുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനമാണ് ഉണ്ടായത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണത്തിൽ വരുന്നു എന്നതാണ്. അതായത് വ്യാജ പ്രചരണങ്ങൾ തടയാനുള്ള വലിയ ശക്തമായ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ നിരീക്ഷിക്കും എന്നത് വലിയ പ്രത്യാശയ്ക്ക് വഴി നൽകുന്നുണ്ട്. നല്ല ഇടപെടൽ ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തുമെന്നാണോ പ്രഖ്യാപനത്തിൽ പറയുന്നത്? നൃപൻ, ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം എത്തുമ്പോൾ രാജ്യത്ത് വോട്ടർമാർക്കിടയിലും സ്ഥാനാർത്ഥികൾക്കിടയിലും ഉണ്ടായിരിക്കുന്ന ഒരു പ്രചാരണ രീതിയാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രവർത്തനങ്ങൾ. സ്വാഭാവികമായും കമ്മീഷൻ അത് കണ്ടില്ല എന്ന് നടിക്കാനാകില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളൊക്കെ വിവിധ പരാതികളായി കമ്മീഷന് മുമ്പിൽ എത്തിയിരുന്നു. പലപ്പോഴും സ്ഥാനാർത്ഥികളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ ആർക്കെതിരെ നടപടിയെടുക്കും എന്ന ചോദ്യവും ഒക്കെ ഉയർന്നതാണ്. ഇപ്പോൾ ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് ആ സോഷ്യൽ മീഡിയ തന്നെ നിയന്ത്രണത്തിലാക്കാൻ കമ്മീഷൻ ഇപ്പോൾ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫേസ്ബുക്ക് അടക്കമുള്ളവരുമായി, ഗൂഗിൾ അടക്കമുള്ളവരുടെ മേധാവികളുമായി ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഉത്തരവ് പുറത്തിറക്കിയത് ഈ സൈനികരുടെ ചിത്രങ്ങളൊന്നും പോസ്റ്ററുകളിൽ ഉപയോഗിക്കരുതെന്നൊക്കെ. ഈ സോഷ്യൽ മീഡിയയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ IT സെല്ലുകൾ തന്നെ രൂപീകരിച്ച് ഈ പുൽവാമ സ്ഫോടനത്തിന് ശേഷമുള്ള വ്യോമാക്രമണമൊക്കെ രാഷ്ട്രീയ അവകാശമായി ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അത്തരമൊരു ഉത്തരവ് അന്ന് കമ്മീഷൻ പുറത്തിറക്കിയത്. ഇപ്പോൾ അതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുടെയും സോഷ്യൽ മീഡിയയുടെ പോസ്റ്ററുകൾ പെരുമാറ്റച്ചട്ടത്തിന് കീഴിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതൊരു പടി കൂടി കടന്നുള്ള പ്രവർത്തനം തന്നെയാണ്. കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അതുവഴിയുള്ള അപകീർത്തിപ്പെടുത്തലോ അതുവഴിയുള്ള വോട്ട് തേടലോ ഒക്കെ സ്വാഭാവികമായും ഇനി കൃത്യമായി പരിശോധിക്കാം. സ്ഥാനാർത്ഥികൾക്ക് അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, കന്നി വോട്ടർമാർ അല്ലെങ്കിൽ 2000 ജനിച്ചവർക്ക് ശേഷം ആദ്യമായി വോട്ട് ചെയ്യാൻ കിട്ടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചത് ഒരു പുതിയ ടെക്നോളജിയുടെ ഒരു കാലത്താണ്. സ്വന്തം സ്മാർട്ട് മൊബൈൽ ഫോണിൽ നിന്ന് അവർ ഇത്തരം പ്രചാരണങ്ങളൊക്കെ സജീവമായി വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചുവരുകളിൽ പതിക്കുന്ന രീതിയിലുള്ള പോസ്റ്ററുകളോ അല്ലെങ്കിൽ ഈ വലിയ ശബ്ദഘോഷത്തിലൂടെയുള്ള പ്രചാരണങ്ങൾക്കോ അപ്പുറത്ത് ഈ സോഷ്യൽ മീഡിയയുള്ള പ്രചാരണങ്ങൾ തന്നെയാണ് ഏറെ വോട്ടർമാരെ സ്വാധീനിക്കുക. അതുകൊണ്ടാണ് സന്തോഷം വ്യക്തമാണ് രാജ്യത്തിന്റെ ഭാഗധേയം തീരുമാനിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ ഏപ്രിൽ 23-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തെരഞ്ഞെടുപ്പിന്റെ പുതിയ നിർദ്ദേശങ്ങളെ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് നൽകിയത്. ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം പ്രചാരണ ചൂടിലേക്ക്. മണ്ഡലങ്ങളിൽ LDF കൺവെൻഷനുകൾ ആരംഭിച്ചു. കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി ദില്ലിക്ക് തിരിച്ചു. ഉടൻ തീരുമാനമാകുമെന്ന് നേതാക്കൾ. സ്ഥാനാർത്ഥി നിർണയത്തിനായി BJP നാളെ കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി സംസ്ഥാനത്തും രാജ്യത്തും തെരഞ്ഞെടുപ്പിന് സജ്ജമായി രാഷ്ട്രീയ മുന്നണികൾ തയ്യാറായിരിക്കുന്നു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇടതുമുന്നണി നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. BJP-യിലും UDF-ലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ച തുടരുകയാണ്. പുതിയ വിവരങ്ങൾ റിനു ശ്രീധർ നൽകുന്നു. റിനു ശ്രീധർ, എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുമായി മുന്നണികൾ കടന്നു കഴിഞ്ഞു? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിർമ്മൻ, കൃത്യമായി പറഞ്ഞാൽ കേരള സംസ്ഥാനത്ത് ഇനി പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ 43 ദിവസങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. LDF ഒരു കൈ മുന്നേ എറിഞ്ഞതുകൊണ്ട്, അതായത് സ്ഥാനാർത്ഥി പട്ടിക എല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് പാലക്കാട് സിറ്റിംഗ് MP ആയിട്ടുള്ള MP രാജേഷ് MPക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൺവെൻഷൻ പാലക്കാട് നടന്നു എന്നുള്ളതാണ് ആദ്യ പ്രചരണത്തിന് തുടക്കമായത്. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവിടെ കൺവെൻഷനിൽ ഉണ്ടായത്. വലിയൊരു പങ്കാളിത്തമാണ്. LDF കൺവീനർ വിജയരാഘവനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ്. നാളെ 6 ഇടങ്ങളിലാണ് സംസ്ഥാനത്ത് LDF-ന്റെ കൺവെൻഷനുകൾ ചേരുന്നത്. പ്രധാനമായും ആറ്റിങ്ങൽ, അതുപോലെ തന്നെ കോഴിക്കോട്, തൃശൂർ, എറണാകുളം, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ്. ആറ്റിങ്ങൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ തൃശൂരിൽ കോടിയേരിയും കാനവും പങ്കെടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് പ്രധാന കൺവെൻഷനുകൾ എന്ന് പറയുന്നത്. LDF പ്രചാരണ ചൂടിലേക്ക് പോകുന്നു. പ്രവർത്തകരെല്ലാം തന്നെ ആവേശത്തിലാണ്. ചുവരെഴുത്തും അതുപോലെ തന്നെ വോട്ട് ചോദിച്ചിറങ്ങലും
അഭ്യർത്ഥനയും അതുപോലെ തന്നെ ബോർഡുകൾ പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെ ആയി തന്നെ LDF-ന്റെ പ്രവർത്തകർ ഒരു ആക്കം മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ UDF എടുത്ത് നോക്കുകയാണെങ്കിൽ UDF ഇതുവരെയും ഒരു സ്ഥാനാർത്ഥി പട്ടിക പോലും പൂർത്തിയാക്കാൻ കഴിയാത്തത് വലിയൊരു തിരിച്ചടി തന്നെ UDF-ന് നേരിടേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നേതാക്കൾ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഡൽഹിയിലേക്ക് തിരിച്ചത്. നാളെ കൃത്യമായി തന്നെ അവിടെ യോഗം ചേർന്നതിന് ശേഷം, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം ഉടൻ തന്നെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ളതാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. താനും അതുപോലെ തന്നെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ചില്ലെങ്കിൽ പോലും സാധ്യതാ പട്ടികയിൽ അതിനേക്കാൾ വമ്പന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എന്നുള്ള ഒരു പ്രതികരണമാണ് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. VM സുധീരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് BJP-യിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ BJP-യുടെ സ്ഥാനാർത്ഥി നിർണയം തന്നെ തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് വലിയൊരു മത്സരം നടക്കുമെന്നുള്ള ഒരു സാധ്യതയാണ്. കാരണം കുമ്മനം ഗവർണർ സ്ഥാനം പോലും രാജിവെച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളെ വൈകുന്നേരത്തോടുകൂടി ദില്ലിയിൽ നിന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ളതാണ്. ഒപ്പം സുരേന്ദ്രൻ നയിക്കുന്ന തെക്കൻ കേരള യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അതിന്റെ അവസാന ദിവസമായിരുന്നു. നാളെ കൊച്ചിയിൽ വെച്ചായിരിക്കും BJP-യുടെ കോർ കമ്മിറ്റി യോഗം ചേരുന്നത്. കൃത്യമായി BJP-യുടെ കോർ കമ്മിറ്റി യോഗത്തിലായിരിക്കും സ്ഥാനാർത്ഥികളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരം അറിയാൻ കഴിയുക. കൃത്യമായിട്ടുള്ള ഒരു ചർച്ച സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നതും അവിടെ ആയിരിക്കും. K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പത്തനംതിട്ടയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കും എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ പത്തനംതിട്ടയിൽ ശശികുമാര വർമ്മ, അതായത് പന്തളം രാജകുടുംബാംഗമായ ശശികുമാര വർമ്മയെ പോലും സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ചർച്ച BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ലീഗിലേക്ക് പോവുകയാണെങ്കിൽ ലീഗ് കൃത്യമായി തന്നെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനിയിലും മലപ്പുറത്തും അവർ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് കേരള കോൺഗ്രസിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായി തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് PJ ജോസഫ് മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. നാളെ ചേരുന്ന പാർലമെന്ററി കാര്യ പാർട്ടി യോഗത്തിൽ കൃത്യമായി തന്നെ മാണിക്ക് ആ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവകാശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നാളത്തോട് തന്നെ PJ ജോസഫ്, അതായത് കോൺഗ്രസിനോട് 2 സീറ്റുകളാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഒറ്റ സീറ്റിൽ മത്സരിക്കാമെന്ന് സമ്മതിക്കുകയാണ് ഇവർ ഉണ്ടായത്. അതിൽ PJ ജോസഫ് തന്നെ കൃത്യമായി മത്സരിക്കും എന്നുള്ളൊരു കാര്യമാണ്. അത് അവർ തമ്മിലുള്ള ഒരു സമവായ ചർച്ച എന്ന് പറയുന്നത് നിലവിലെ രാജ്യസഭ MP ആയിട്ടുള്ള KM മാണിയുടെ മകനെ കൃത്യമായി കോൺഗ്രസ് ഭരണത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം നൽകാം എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരിക്കും, ആ ഒരു അനുവാദം നൽകണമെന്നുള്ള ഉറപ്പിലായിരിക്കും PJ ജോസഫ് മത്സര രംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള 43 ദിവസം സംസ്ഥാനത്ത് വളരെ രീതിയിലുള്ള ചൂടുപിടിച്ച തിരഞ്ഞെടുപ്പ് വർക്ക് തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ആവേശത്തോടു കൂടി തന്നെയാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രചരണത്തിനിറങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെല്ലാം തന്നെ ഉള്ളത്. നിർബൻ റിനു, ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ ഒരു മുഴം മുൻപേ ഇറങ്ങിക്കഴിഞ്ഞു. ആ പ്രചാരണ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇടതുമുന്നണി മുന്നോട്ട് പോവുകയാണ്. നിലവിലെ കണക്കുകളും സാഹചര്യങ്ങളും LDF-ന് അനുകൂലമാണ് എന്ന് കോടിയേരി ബാലകൃഷ്ണനും ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. 2014 സാഹചര്യമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞു. അതിന്റെ വിശദാംശങ്ങളിലേക്ക്. തീർച്ചയായും, അതായത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം എല്ലാ രീതിയിലും സജ്ജമാണ് എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. അതായത് ഒരു മുഴ, നിർബൻ സൂചിപ്പിച്ചതുപോലെ ഒരു മുഴ മുമ്പേ എറിഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥികളെ എല്ലാം തന്നെ രംഗത്തിറക്കുവാൻ വേണ്ടി, അതായത് നിലവിലെ സിറ്റിംഗ് 6 MP-മാരെയും അതുപോലെ തന്നെ 6 MLA-മാരെയുമാണ് LDF കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുവാൻ വേണ്ടി LDF-നായി അതുപോലെ തന്നെ CPM എന്നുള്ളതാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം. മറ്റ് UDF-ലായാലും അതുപോലെ തന്നെ NDA-യിലായാലും BJP ഉൾപ്പെടുന്ന NDA-യിലായാൽ പോലും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥികളെ പോലും മണ്ഡലത്തിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടി കഴിയാത്തത്. 3 പേരടങ്ങുന്ന ഒരു ലിസ്റ്റുമായി കോൺഗ്രസ് ദില്ലിയിലേക്ക് പോയിരിക്കുകയാണ്. അത് തന്നെ വളരെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയാത്തത് എന്നുള്ളൊരു പ്രതികരണവും കോടിയേരിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മുഴം വ്യക്തമാണ്. തെരഞ്ഞെടുപ്പിന് LDF സംസ്ഥാനത്ത് സജ്ജമായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ LDF ആരംഭിച്ചു. അതിന്റെ ആത്മവിശ്വാസമാണ്
CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണം. വിവരങ്ങൾ റിനു ശ്രീധറാണ് നൽകി. LDF പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് ആവേശകരമായ തുടക്കം. പാലക്കാട് പാർലമെന്റ് കൺവെൻഷനോടെയാണ് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കമായത്. വ്യാഴാഴ്ച പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാകും. സിജു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ നേടിയെടുത്ത മേൽക്കൈ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ഇന്ന് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. പാലക്കാട് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനോട് കൂടിയാണ് മണ്ഡലം കൺവെൻഷനുകൾക്ക് LDF തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവനാണ് പാലക്കാട് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ വിവിധ LDF-ന്റെ ഘടകകക്ഷി നേതാക്കളും ഈ മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വലിയ രീതിയിൽ ആവേശകരമായ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങളുമായി LDF പ്രവർത്തകർ വിവിധ മണ്ഡലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അതേ ആവേശം തന്നെയാണ് ഇന്നത്തെ മണ്ഡലം കൺവെൻഷനിലും കണ്ടത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ മണ്ഡലം കൺവെൻഷനിൽ എത്തിയത്. ഇന്ന് ഈ മണ്ഡലം കൺവെൻഷൻ പൂർത്തിയായതോടുകൂടി പാലക്കാട് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ MP രാജേഷിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഔദ്യോഗികമായ തുടക്കമായി. വിവിധ സ്ഥലങ്ങളിലെത്തി പ്രമുഖരായ വ്യക്തികളെ കണ്ടുകൊണ്ടാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ വൈകുന്നേരം മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വോട്ടർമാരെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രചാരണം നടത്തി. നാളെ അട്ടപ്പാടിയിലാണ് MP രാജേഷിന്റെ പ്രചാരണം നടക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശം എങ്ങും നിലനിർത്താൻ ഈ മണ്ഡലം കൺവെൻഷനിലൂടെ സാധിക്കുന്നുണ്ട്. ഈ മാസം 14-ാം തീയതി തന്നെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഓരോ പാർലമെന്റ് മണ്ഡലത്തിലെയും 7 നിയമസഭാ മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കും. ഇതിനുശേഷം ലോക്കൽ കൺവെൻഷനുകളും ബൂത്ത് തല കൺവെൻഷനുകളും നടക്കും. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF വലിയ മേൽക്കൈ നേടിയിരിക്കുകയാണ്. ആ മേൽക്കൈ നിലനിർത്തിക്കൊണ്ട് തന്നെ ഓരോ മേഖലയിലും വലിയ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാനാകാതെ കോൺഗ്രസ്. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലേക്ക് തിരിച്ചു. നാളെയും മറ്റന്നാളും സ്ക്രീനിംഗ് കമ്മിറ്റി ചേരും. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ലെസ്ലി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭാ ഇലക്ഷനുള്ള LDF സ്ഥാനാർത്ഥി നിർണയത്തിനും ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവർ ഡൽഹിക്ക് തിരിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളുമായാണ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. എന്തായാലും സാധ്യതാ പട്ടികയുമായാണ് സംഘം ഡൽഹിക്ക് തിരിച്ചിരിക്കുന്നത്. പ്രധാനമായും മുല്ലപ്പള്ളി അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാർ മത്സരിക്കണമെന്ന ആണ് സാധാരണ ഗതിയിൽ ഉയർന്നിരിക്കുന്ന സമ്മർദ്ദം. എന്നാൽ മുല്ലപ്പള്ളിയും KC വേണുഗോപാലും ഒഴിച്ചുള്ള പ്രാഥമിക സാധ്യതാ പട്ടികയുമായാണ് നേതാക്കൾ ഡൽഹിക്ക് തിരിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയിൽ ഇടുക്കിയിൽ മത്സരിക്കണമെന്നുള്ളതാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. സംസ്ഥാന ഘടകത്തിന്റെ ഈ ആവശ്യം കേന്ദ്ര ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്യും. ഇത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ വിധേയമായിരിക്കും ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനത്തു. തൃശൂരിൽ VM സുധീരനെയാണ് KPCC കാണുന്നത്. അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം തന്നെ മത്സരരംഗത്തിറക്കി വലിയ തോതിലുള്ള ഒരു മത്സരത്തിലൂടെ കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും 5 മണ്ഡലങ്ങളിൽ ഓരോ വ്യക്തികളുടെ പേര് മാത്രമാണ് സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, മാവേലിക്കര, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ ഒരാളുടെ പേര് മാത്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും തിരുവനന്തപുരത്തെ ശശി തരൂർ, ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, കോഴിക്കോട് രാഘവൻ, കണ്ണൂരിൽ K. സുധാകരൻ എന്നിവരുടെ പേരുകളാണ് വന്നിട്ടുള്ളത്. ഇതിൽ KC വേണുഗോപാൽ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഉൾപ്പെട്ടിട്ടുള്ള 2 പേരുകളുണ്ട്. ഒന്ന് ഷാനിമോൾ ഉസ്മാന്റെയും മറ്റൊന്ന് ശരത്തിന്റെയും ആണ്. ഇത്തരത്തിൽ മറ്റു ജില്ലകളിൽ നിന്നും 2 പേരടങ്ങുന്നതും വയനാട് 3 പേരുടെയും പേരുകളാണ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം ഡൽഹിയിലേക്ക് തിരിച്ച മുല്ലപ്പള്ളി വലിയ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ടത്. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ ഞങ്ങളുടെ ഇലക്ഷൻ നേടാൻ പോകുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ പുറത്താക്കുക. അതുകൊണ്ട് തന്നെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തെ അധികാരത്തിൽ പുറത്താക്കാനുള്ള സമരത്തിൽ ഞങ്ങൾക്കുള്ളതുപോലെ വെടിക്കോ പാർക്കുമില്ല. മുല്ലപ്പള്ളി മത്സരിക്കാത്ത സാഹചര്യത്തിൽ പൊതു സ്വതന്ത്രൻ എന്ന നിലയിൽ RMP ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന KK ലതയെ UDF പിന്തുണയ്ക്കാനുള്ള അണിയറ നീക്കങ്ങളും നടക്കുന്നുണ്ട്. അത്തരത്തിൽ വടകരയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ KK ലതയെ
പിന്തുണയ്ക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വയനാടിൽ ഇത്തരത്തിൽ 2 പേരുകൾ സജീവമായി ഉയർന്നു സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VV പ്രകാശിന്റെയും T സിദ്ദിഖിന്റെയുമാണ് ഇത്തരത്തിൽ 2 പേരുകൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത്തരത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റു സ്ഥലങ്ങളിലും ഒന്നിലധികം സ്ഥാനാർത്ഥിമാരുടെ പേരുകൾ സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കോട്ടയത്ത് മത്സരിക്കണമെന്ന നിലപാടിൽ ഉറച്ച് PJ ജോസഫ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാകാതെ കേരള കോൺഗ്രസ് അന്തിമ തീരുമാനമെടുക്കാൻ കഴിയാതെ KM മാണിയെ ചുമതലപ്പെടുത്തി. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞു. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോക്സഭയിലേക്ക് മത്സരിക്കണമെന്ന മോഹം പലപ്പോഴായി PJ ജോസഫ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പാർട്ടി വേദിയിൽ ഇക്കാര്യം തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ പാലായിൽ ഇന്ന് ചേർന്ന പാർലമെന്ററി യോഗത്തിൽ കോട്ടയം സീറ്റിൽ മത്സരിക്കണമെന്ന ആഗ്രഹം PJ ജോസഫ് പരസ്യമായി പ്രകടിപ്പിച്ചു. എന്നാൽ മാണിയുടെ തട്ടകമായ കോട്ടയത്ത് PJ ജോസഫിനെ പ്രത്യേക സാഹചര്യങ്ങളിൽ മത്സരിപ്പിക്കാനാവില്ല എന്ന നിലപാടും ആ അതൃപ്തിയും KM മാണി പരസ്യമായി പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ PJ ജോസഫ് മത്സരിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നോടുകൂടി ആ ഒരു തീരുമാനം പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം അത് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നു. എന്നാൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായിട്ടും ഉയർന്നിട്ടുള്ള ഒരു അഭിപ്രായം MLA-മാർ ആരും തന്നെ ഈ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായമുണ്ടായി. ആ അഭിപ്രായത്തിൽ തന്നെയായിരുന്നു പ്രധാനമായും മുൻതൂക്കമുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ കേരള കോൺഗ്രസിൽ സീറ്റ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ അനിശ്ചിതത്വം നീങ്ങേണ്ടതുണ്ട്. ആ സംബന്ധിച്ച കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി പാർട്ടി ചെയർമാൻ ഒടുവിൽ KM മാണിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. കാരണം സ്ഥാനാർത്ഥി ആരെന്ന് നിശ്ചയിക്കാൻ എന്ന ഒരു തീരുമാനം കൈക്കൊള്ളാൻ പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞത്. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ അവരുടെ പ്രാദേശിക നേതാക്കൾ, മണ്ഡലം തല ഭാരവാഹികൾ എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇനി അധികം നീട്ടിക്കൊണ്ടുപോകാൻ കേരള കോൺഗ്രസിന് കഴിയില്ല. ആ ഒരു സാഹചര്യത്തിൽ 2 ദിവസത്തിനകം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും ഒരു കോട്ടയം തങ്ങളുടെ പക്കലുള്ള സീറ്റിൽ പോലും സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ കഴിയാതെ വലിയൊരു തർക്കം കേരള കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല PJ ജോസഫ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ആ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിലെ തർക്കം രൂക്ഷമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ചെയർമാനെ ഇപ്പോൾ ചുമതലപ്പെടുത്തി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം പിരിഞ്ഞിരിക്കുന്നത്. ഇതോടെ വാർത്തകൾ പൂർത്തിയാകുന്നു. നമസ്കാരം.